ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കാര്യം, നമ്മുടെ ചാനൽ 15K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഈ ഒരു അവസരത്തിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ബിഗ് താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ നേരിട്ടൊരു ക്ലാസ് എടുക്കുന്നതും അതേപോലെ തന്നെ ഈ ക്യാമറയിൽ നോക്കി നമ്മൾ ക്ലാസ് എടുക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ കുറേയൊക്കെ ഒരു എക്സ്പ്രഷനും ഫീഡ്ബാക്കൊക്കെ കിട്ടും അല്ലേ. പക്ഷേ ഈ ക്യാമറയിൽ കൂടെ നോക്കി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കമൻസ് കണ്ടിട്ടാണ് നമുക്ക് കൂടുതലൊരു പ്രചോദനം കിട്ടിയിട്ടുള്ളത്. കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കമൻസ് കണ്ടിട്ടാണ്. അപ്പോൾ തീർച്ചയായും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഇതുവരെ കമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലെ ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടിട്ടാണ് മെജോറിറ്റി ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ ഇംഗ്ലീഷും മലയാളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് കുറച്ചത് കേട്ടോ. പക്ഷേ നമ്മുടെ 12th ലെവലിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. മാത്രമല്ല അതിൻ്റെ എക്സാം ഡേറ്റ് PSC അറിയിച്ചിട്ടുണ്ട്, April 10th പറഞ്ഞിട്ടുള്ളത്. എക്സാക്ട് ഡേറ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ PSC ഇൻഫോം ചെയ്തിട്ടുള്ളത് April 10th. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ അധികം വൈകാണ്ട് തന്നെ ഫ്രീ ക്ലാസ്സസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ April 10th എക്സാം എന്ന് പറയണു. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും കിട്ടണില്ല. 10th ലെവൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് അധികം വൈകാണ്ട് തന്നെ 12th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അതേപോലെ തന്നെ 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ സിലബസ് വന്നിട്ടില്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. കാരണം 12th ലെവൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് 10th ലെവൽ മെയിൻ എക്സാമും കൂടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് എപ്പോഴും നമുക്കൊന്ന് സേഫ് ആക്കി വെക്കണം. April 10th മുമ്പ് തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 12th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കേസിലാണെങ്കിലും 10th മെയിൻ എക്സാമിൻ്റെ കേസിലാണെങ്കിലും ഇംഗ്ലീഷിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മാത്സിലും ഇംഗ്ലീഷിലുമൊക്കെ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് കിട്ടിയിട്ട് കാര്യമില്ല, പക്ഷേ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമുക്ക് വരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തന്നെ ഇംഗ്ലീഷിൽ നമുക്കറിയാം ഗ്രാമർ സെക്ഷനും ഉണ്ട്, വൊക്കാബുലറി സെക്ഷനും ഉണ്ട്. ഈ ഗ്രാമർ സെക്ഷൻ നമുക്ക് കുറേയൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രാമർ സെക്ഷൻ. അതേപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമർ സെക്ഷൻ നമുക്ക് സേഫ് ആക്കി എടുക്കാം. പക്ഷെ അതേസമയം വൊക്കാബുലറി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ വൊക്കാബുലറി സെക്ഷനകത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, സിനോണിംസ് ആൻറ്റോണിംസ് ഒക്കെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് SCRT ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വൊക്കാബുലറിയും കൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള April 10th മുമ്പ് തന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫുൾ പോർഷൻസ് ഞാൻ സിലബസ് അനുസരിച്ച് തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിലബസ് കവർ ചെയ്യുന്നത്, ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നതിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇനി 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് മുമ്പ് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം April 10th നമ്മുടെ +2ൻ്റെ 12th പ്രിലിമിനറി എക്സാം തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാം എഴുതുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കുറച്ച് കോൺഫിഡൻസ് ലെവലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമിന് നിങ്ങൾക്ക് 70, 75 ഇതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മെയിനിന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതായത് ഇംഗ്ലീഷ് ഇപ്പോൾ തൊട്ടേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതേസമയം ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം സേഫ് ആക്കിയതിന് ശേഷം മാത്രം നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടി നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്